ഇന്നത്തെ സുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെറുസലേമിൽ അപ്പോൾ പ്രതിഷ്ഠയുടെ തിരുനാൾ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. സിറിയ രാജാവായ ആൻറ്റിയോക്കോസ് എപ്പിഫാനോസ് BC 170-കളിൽ യഹൂദ മതത്തിനെതിരെ അതിക്രൂരമായ മതപീഡനം തുടങ്ങി. അദ്ദേഹം ജെറുസലേം ദേവാലയം അശുദ്ധമാക്കി, ബലിവേദി സേവൂസ് ദേവന് സമർപ്പിച്ച് അതിൽ ഗ്രീക്ക് ദേവന്മാർക്ക് പന്നിമാംസം ബലിയർപ്പിച്ചു. BC 164-ൽ യഹൂദർ ദേവാലയം മോചിപ്പിച്ച് ശുദ്ധീകരണം നടത്തി, ബലിവേദി പുതുക്കിപ്പണിതു. ഈ ശുദ്ധികർമ്മം അനുസ്മരിക്കാനാണ് പ്രതിഷ്ഠയുടെ തിരുനാൾ തുടങ്ങിയത്. ജെറുസലേം ദേവാലയത്തിലെ അന്യമതക്കാർക്ക് പ്രവേശനമുള്ള മണ്ഡപത്തിൻ്റെ ഇരുവശത്തും രാജകീയ മണ്ഡപവും സോളമൻ്റെ മണ്ഡപവുമാണ്. ജനം ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഈ മണ്ഡപങ്ങളിൽ നടക്കുക പതിവായിരുന്നു. റബ്ബിമാർ ശിഷ്യരെ വിശ്വാസകാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് യഹൂദന്മാരുമായി യേശുവിൻ്റെ സംവാദം നടക്കുന്നത്. വാക്കുകൾക്ക് ഉപരി പ്രവൃത്തികൾ കൊണ്ട് താൻ ദൈവപുത്രനാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് എന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നു. നിത്യസത്യങ്ങൾക്ക് നേരെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കരുതെന്നും മനസ്സ് അന്ധമാക്കരുതെന്നും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.